സുഖാണെന്ന് വിശ്വസിക്കുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ മാസത്തെ പെൻഷൻ വിതരണം കഴിഞ്ഞ് വലിയ താമസമില്ലാതെ വീണ്ടും 2 മാസത്തെ കൂടി പെൻഷൻ ലഭിക്കും. കുറഞ്ഞ സമയത്തിനുള്ളിൽ 6000 രൂപയാണ് ക്ഷേമ പെൻഷൻ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 മാസത്തേതാണ് വിതരണം ചെയ്തത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു സമയത്ത് മസ്റ്ററിംഗ് നടക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം നിലവിലില്ല. സംസ്ഥാന സർക്കാർ എന്നാണോ മസ്റ്ററിംഗ് പ്രഖ്യാപിക്കുന്നത് ആ ഒരു സമയത്തിന് 2 മാസത്തെ സമയം ആദ്യം നൽകും, പിന്നീട് നീട്ടി നൽകാറാണ് പതിവ്. അപ്പോൾ UDF സർക്കാർ വന്നതിന് ശേഷം മസ്റ്ററിങ്ങിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പ്രഖ്യാപിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ പരിശോധനയ്ക്ക് ശേഷം വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്നും അർഹതാ മാനദണ്ഡങ്ങളിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ വരുത്തുമെന്നൊക്കെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. നിലവിൽ പെൻഷൻ അനുവദിക്കുന്നതിന് 1 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരായിരിക്കണം. ഭൗതിക സാഹചര്യങ്ങൾ മികച്ചതാണ് എങ്കിൽ അവർക്ക് പെൻഷൻ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് 4 ചക്ര വാഹനം, 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 2 ഏക്കറിലധികം ഭൂമിയൊക്കെ ഉണ്ട് എങ്കിൽ അതേ കാർഡിൽ ഉൾപ്പെടുന്ന വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിലവിൽ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇനി മുതൽ അത്തരം ആളുകൾക്ക് പെൻഷൻ മുടക്കുന്ന സാഹചര്യം ഉണ്ടാകുക. താമസിക്കുന്ന വീടിൽ ആരെങ്കിലും ഒരാൾ AC വെച്ചതുകൊണ്ട് വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകളുടെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഇനി മുതൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പരിശോധനകളെല്ലാം വരും സമയങ്ങളിൽ ഉണ്ടാകും. അതിനനുസരിച്ചായിരിക്കും നിലവിലുള്ള പെൻഷൻകാരുടെ പെൻഷൻ പട്ടികയിൽ നിലനിർത്തണോ അതുപോലെ തന്നെ കിട്ടാത്ത ആളുകൾക്ക് വേണമോ എന്നുള്ളതൊക്കെ കണക്കാക്കുക. മുമ്പ് അപേക്ഷിച്ചിട്ടും പെൻഷൻ തടഞ്ഞു വെച്ച അല്ലെങ്കിൽ തള്ളിപ്പോയിട്ടുള്ള ആളുകൾക്ക് വീണ്ടും അപേക്ഷ നൽകാൻ ഇതിനു ശേഷം സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻ ഇനി നമുക്ക് അങ്ങോട്ട് ഓണമായതുകൊണ്ട് തന്നെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ 3 മാസത്തെ പെൻഷനാണ് വരാൻ പോകുന്നത്. ജൂലൈ മാസത്തെ പെൻഷൻ പതിവ് പോലെ തന്നെയായിരിക്കും വിതരണം ചെയ്യുക. ജൂലൈ 23-ാം തീയതിയോട് കൂടിയോ അല്ലെങ്കിൽ 24-ാം തീയതിയോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിച്ചേരുന്നതാണ്. 2000 രൂപ തന്നെയാണ് ലഭിക്കുക. അതിനുശേഷമാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഓണത്തിന് മുമ്പ് വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിലായിരിക്കും വിതരണ നടപടികൾ ഉണ്ടാകുക. അതൊക്കെ ആകുമ്പോഴേക്കും പെൻഷൻ വിതരണ പ്രഖ്യാപനം വരും. 2 മാസത്തേത് ലഭിക്കാനാണ് സാധ്യത. പിണറായി സർക്കാർ 2 മാസത്തേത് കുടിശ്ശികയാണ് എങ്കിലും, അതായത് പഴയ കുടിശ്ശികയാണ് എങ്കിൽ പോലും 2 മാസത്തൊക്കെ ചേർത്ത് ഓണത്തോടും വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് പെൻഷൻ നൽകിയിരുന്നു. ആ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു. UDF സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യ ഓണം ആയതുകൊണ്ട് തന്നെ 2 മാസത്തെ പെൻഷൻ ലഭിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 10-25 ദിവസത്തിനുള്ളിൽ 6000 രൂപയാണ് 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കയ്യിലും ബാങ്കിലും എത്തിച്ചേരുക. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.